ഞാനിങ്ങനെ കടയിൽ നിന്നപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും പിടിച്ചിട്ട് ഒരാൾ പോകുന്നത് കണ്ടത്. നേരെ കാണുന്നത് വെള്ളാപ്പള്ളിയുടെ വീടാണ്. അപ്പം അങ്ങോട്ടേക്കാണ് പോയത്. പിന്നെ കൂടെ നിന്ന് ആരോ പറഞ്ഞു കേദാർനാഥിൽ നിന്ന് വരുന്നതാണ്. ഓൾ ഇന്ത്യ സ്കേറ്റിംഗ് യാത്രയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ്റെ. എന്തായാലും നമ്മുടെ ഫ്ലാഗ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമായി. കാരണം ഞാനിങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ പോകുന്നത്. എന്തായാലും സമ്മതിച്ചു കൊടുക്കണം, ഈ ചൂടിന് എത്രയും ദൂരത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ പാണ്ഡുവിൻ്റെ വകയായി എടുത്തത്. അവനല്ല ഉപദ്രവിച്ചത്, ഞാനാണ് അവനെ ഉപദ്രവിച്ചത്. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നത് അവനെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ചൊറിഞ്ഞില്ലെങ്കിലും ഒരു സമാധാനം വരത്തില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആളായി. ഞാൻ വരുമ്പോഴത്തേക്ക് എന്നെ വെൽക്കം ചെയ്യാൻ എത്ര ആൾക്കാരാണ് നോക്ക്. ഇനി ഒരാളും കൂടി ഉണ്ട്, അതിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും അവൾ ആലുവ മണപ്പുറത്ത് വെച്ച് പരിചയം പോലും എന്നെ കാണിച്ചില്ല, അത് വേറെ വിഷയം. പിന്നെ കടയിൽ പോകണമായിരുന്നു. കടയിൽ പോകാൻ ഇറങ്ങിയിട്ടാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് വെട്ടം കാണുന്നില്ല. വെട്ടം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ലോങ്ങിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇച്ചിരി വെട്ടം വന്നു, അപ്പം സന്തോഷം. പിന്നെ നേരെ കടയിലോട്ട് പോയി. ആദ്യം വൻ കടയിൽ പോയി. അവിടെ പോയിട്ട് മീൻ നോക്കാൻ പോയതാണ്. മീൻ നോക്കാൻ പോയിട്ടാണെങ്കിൽ അവിടെ അടയ്ക്കാൻ പോവുമായിരുന്നു. അവിടുന്ന് പിന്നെ ആവശ്യത്തിനുള്ള മീൻ വാങ്ങിയിട്ട് നേരെ എങ്ങോട്ടും പോയില്ല, അവിടെ തന്നെ നിന്നു കുറച്ച് നേരം. അത് പാക്ക് ചെയ്യണ്ടേ, അപ്പോൾ പാക്ക് ചെയ്യാനായിട്ട് കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. അല്ലെങ്കിൽ ഈ രാത്രി മീൻ വാങ്ങാൻ പോണത് ഇച്ചിരി വൈബാണ്, അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ പോയതാണ്. പിന്നെ ആണെങ്കിൽ ആ ചേട്ടൻ മീൻ എടുത്തു, തട്ടിയിൽ വച്ചു, പിന്നെ കവറിലാക്കി ഞങ്ങൾക്ക് തന്നു. എന്തൊക്കെ പരിപാടികളാണ് ഒരു സാധനം വാങ്ങാൻ പോണേന്. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് എന്ത് കൊച്ചു മനുഷ്യ കൊച്ചാണോ എന്ന് തന്നെ നിങ്ങൾക്ക് തോന്നാറില്ലേ? അതങ്ങനെ വരുള്ളൂ. ഇച്ചിരി മടി കൂടുതലാണ് എനിക്ക്. പിന്നെ കടയിൽ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ മിന്നി മിന്നി കളിക്കുന്നു. അല്ലെങ്കിൽ കടിച്ചുളങ്ങാൻ്റെ ഈ രാത്രിയിൽ കുറച്ച് വൈബാണ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ കടയിൽ കയറിയിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇവിടെ നിന്നപ്പോഴാണ് വേറെ കടയിൽ പോകുന്ന കാര്യം ഓർത്തത്. പിന്നെ കടയിൽ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീണ്ടും തിരിച്ചു പോയി. അപ്പോൾ ടോട്ടൽ കടയിലാണ് ഞങ്ങൾ ഇന്ന് കയറിയത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ചേട്ടാ.